അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ വിശ്വസിക്കും? രാജ്യം മുഴുവനും ഭീതിയിലാഴ്ത്തിയ ഒരാളുടെ വാക്കുകളായിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ പേര് ഗൗരവ് തിവാരി. ഇന്ത്യൻ പാരനോർമൽ ഗവേഷണങ്ങളെ അടുത്ത തലത്തിലേക്ക് എത്തിച്ച വ്യക്തിയാണ് ഗൗരവ് തിവാരി. തന്റെ ജീവിതകാലത്തിനിടയിൽ 6000-ലധികം പാരനോർമൽ കേസുകളാണ് അദ്ദേഹം അന്വേഷിച്ച് തെളിയിച്ചത്. എന്നാൽ അതിൽ ഒരു കേസ് മാത്രം ഇന്ന് ഇതുവരെ ആർക്കും ചുരുളഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു അൺസോൾവ്ഡ് മിസ്റ്ററിയായി ഇന്നും തുടരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഇതിനെക്കുറിച്ചാണ്. 2009 ഗൗരവ് തിവാരി തന്റെ യാത്ര തുടങ്ങിയത് മുതൽ ഇന്ന് ഇതുവരെ ഈ കേസ് ഒരു നിഗൂഢതയായി തുടരുകയാണ്. പക്ഷെ കാലം കഴിഞ്ഞിട്ടും അവിടെ ഒന്നും മാത്രം കൂടി വന്നു. അത് അവിടുത്തെ ഭയമാണ്. ഇതുപോലുള്ള ഹൊറർ മിസ്റ്ററി വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. വർഷം 2012. നല്ല മഴയുള്ളൊരു രാത്രി. ഡൽഹിയിലെ ഖാൻ മാർക്കറ്റിൽ നിന്നും ഒരാൾ കാർ ഓടിച്ചു വരികയായിരുന്നു. കനത്ത മഴ പെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് റോഡിന്റെ ഒരു വശത്തായി അയാൾ ആ കാഴ്ച കണ്ടത്. ഒരു സ്ത്രീ വെള്ള നിറത്തിലുള്ള ഒരു ഗൗണും തലയിൽ ഒരു തൊപ്പിയും ധരിച്ച് അവർ റോഡിന്റെ അരികിൽ നിൽക്കുന്നു. അത്രയും വൈകിയ രാത്രിയിൽ, അതും അങ്ങനെ ഒരു വേഷത്തിൽ ഒരാൾ അവിടെ നിൽക്കുന്നത് ഒട്ടും സ്വാഭാവികമായിരുന്നില്ല. അതിലുപരി അവൾ നിന്നിരുന്നത് അവിടുത്തെ ഒരു പഴയ സെമിത്തേരിയുടെ ഗേറ്റിന് മുന്നിലായിരുന്നു. അയാൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി. എന്നിട്ട് പുറകിലേക്ക് നോക്കി. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം കൊണ്ട് അയാളുടെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്നു. ഉള്ളിൽ ഭയം നിറഞ്ഞു. പിന്നീട് അവിടെ വണ്ടി എടുക്കാൻ പോലും അയാൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അത്രമാത്രം അയാൾ പേടിച്ചുപോയി. അയാൾ ആ കാർ അവിടെ തന്നെ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. പിറ്റേന്ന് രാവിലെ തന്റെ വണ്ടി തിരിച്ചെടുക്കാനായി അയാൾ വീണ്ടും ആ സ്ഥലത്തെത്തി. അവിടെ വന്ന് അയാൾ ആ സെമിത്തേരിയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ ഇയാളുടെ അടുത്ത് വന്ന് ചോദിച്ചു, സാർ, എന്ത് പറ്റി? നിങ്ങളെ കണ്ടിട്ട് നല്ല വിഷമത്തിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. എല്ലാം ഓക്കെ അല്ലേ? അപ്പോൾ ഇയാൾ തലേ ദിവസം രാത്രി കണ്ട ആ വെള്ള ഗൗൺ ധരിച്ച സ്ത്രീയെക്കുറിച്ച് അയാളോട് പറഞ്ഞു. ഇത് കേട്ടതും ആ വ്യക്തി പറഞ്ഞു, സാർ, ഇത് ഞാൻ ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. ഈ സെമിത്തേരിയുടെ വഴിയിലൂടെ പോയപ്പോൾ എൻ്റെ ഭാര്യയും ഇതേ സ്ത്രീയെ കണ്ട് പേടിച്ചിട്ടുണ്ട്. രണ്ടുപേർ തമ്മിൽ തുടങ്ങിയ ഈ സംസാരം കാട്ടു തീ പോലെ ഡൽഹി മുഴുവനും പടർന്നു. ഡൽഹിയിലെ പൃഥ്വിരാജ് സെമിത്തേരി ഒരു പ്രേതബാധിത സ്ഥലമാണെന്ന് എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി. ഈ വാർത്തകൾ പടർന്ന് ഒടുവിൽ ആ സെമിത്തേരിയിലെ കെയർടേക്കറായ ബെൻ ഫെർണാണ്ടസിന്റെ ചെവിയിലും എത്തി. ഇതറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം നേരെ പോയത് IPS ഓഫീസിലേക്കാണ്. അതായത് ഇന്ത്യൻ പാരനോർമൽ സൊസൈറ്റിയുടെ ഓഫീസിലേക്കാണ്. അദ്ദേഹം ഓഫീസിൽ കയറുമ്പോൾ മുന്നിലിരിക്കുന്നത് സാക്ഷാൽ ഗൗരവ് തിവാരിയാണ്. ഗൗരവ് തിവാരി ചോദിച്ചു, ചായ കുടിക്കുന്നോ? ബെൻ ഫെർണാണ്ടസ് പറഞ്ഞു, ഇല്ല സാർ, ഞാൻ അതിനൊന്നും വന്നതല്ല. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ആ പൃഥ്വിരാജ് സെമിത്തേരി ഉണ്ടല്ലോ, അവിടെ എന്തോ കുഴപ്പമുണ്ട്. അത് ഹോണ്ടഡ് ആണ്. ഇത് കേട്ടതും ഗൗരവ് തിവാരി ശാന്തമായി പറഞ്ഞു, അതെ, എനിക്കറിയാം, അത് ഹോണ്ടഡ് ആണ്. അവിടുത്തെ കഥകളെക്കുറിച്ച് ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫെർണാണ്ടസ് പറഞ്ഞു, സാർ, അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. ഞാൻ അവിടുത്തെ കെയർടേക്കറായിട്ട് എനിക്ക് എന്തുകൊണ്ട് അവളെ ഇതുവരെ കാണാൻ പറ്റിയില്ല? ആ യാത്രക്കാരൻ എന്ത് സംഭവിച്ചു, മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നതൊന്നും എനിക്ക് അറിയേണ്ടതില്ല. ചിലപ്പോൾ അവർ കണ്ടത് സത്യമായിരിക്കാം. പക്ഷെ ഞാൻ എല്ലാ രാത്രിയും അവിടെ കാവൽ നിൽക്കുന്നയാളാണ്. അവിടെ ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് എന്നത് സത്യമാണ്. ആത്മാക്കളുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടാറുമുണ്ട്. പക്ഷെ ഇന്ന് ഇതുവരെ ഒരാത്മാവും അവിടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ ജനങ്ങൾ പറയുന്നത് പോലെ വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ അവിടെ നടക്കുന്നുണ്ടെന്ന വാദം അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഒരിക്കൽ അവിടെ വരണം. എന്നിട്ട് അവിടെ ശരിക്കും പ്രേതമുണ്ടോ ഇല്ലയോ എന്ന് എല്ലാവർക്കും മുൻപിൽ തെളിയിക്കണം, പ്ലീസ്. ഇത് കേട്ടതും ഗൗരവ് തിവാരി പറഞ്ഞു, ഞാൻ ഈ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ഒരു പരിധിവരെ മാത്രം. എൻ്റെ ഒന്നാമത്തെ മുൻഗണന എപ്പോഴും സയൻസിനാണ്. ചില കാര്യങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ലോജിക് കാണും, ചിലപ്പോൾ കാണില്ല. ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കണം. തീർച്ചയായും ഞാൻ വരാം. അവിടെ എന്തെങ്കിലും ആത്മാക്കളുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തു വെച്ചോളൂ, ഞാൻ പ്രേതങ്ങളെ ഓടിക്കുന്ന മന്ത്രവാദിയൊന്നുമല്ല. ഈ സമയത്ത് ഇവരുടെ ടീമിൽ ഒരു പ്രധാനി ഉണ്ടായിരുന്നു. അയാളുടെ പേര് രാജ്. ടെക്നിക്കൽ കാര്യങ്ങളാകട്ടെ, EMF മീറ്റർ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ, എല്ലാത്തിലും വലിയൊരു എക്സ്പേർട്ടായിരുന്നു രാജ്. ഗൗരവ് തിവാരിക്ക് ഏറ്റവും വിശ്വാസമുള്ള, അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളായിരുന്നു അവൻ. ഏത് കാര്യവും കൃത്യമായി ചെയ്തു തീർക്കാൻ രാജിന് കഴിയുമെന്ന് ഗൗരവിന് ഉറപ്പായിരുന്നു. ഗൗരവ് ഇപ്പൊ തന്റെ ടീമിനോട് പറഞ്ഞു, എല്ലാവരും നമ്മുടെ ഉപകരണങ്ങളൊക്കെ പുറത്തെടുക്കൂ. EMF മീറ്ററുകൾ സ്റ്റാർട്ട് ചെയ്യൂ. ആ സമയത്ത് ഈ IPS ഇന്ത്യൻ പാരനോർമൽ സൊസൈറ്റിയെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി
അർത്തിക എന്നൊരു സ്ത്രീയും അവരുടെ കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നു. ടീമിന്റെ പ്രവർത്തനം നേരിട്ട് കണ്ടറിഞ്ഞ് എഴുതാൻ ഇത് അവർക്കൊരു നല്ല അവസരമായിരുന്നു. അങ്ങനെ ഗൗരവ് ഉൾപ്പെടെ ആകെ 6 പേരാണ് അന്ന് ആ സംഘത്തിലുണ്ടായിരുന്നത്. സെമിത്തേരിയിലെ ഏറ്റവും അപകടം പിടിച്ച സ്ഥലങ്ങൾ, ഹോട്ട്സ്പോട്ട്സ് ഏതൊക്കെയാണെന്ന് ഗൗരവ് കൃത്യമായി അവിടെ ചെന്ന് നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് രാജ് ഗൗരവിന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം പറയുന്നത്. സാർ, ഈ സ്ഥലം സാധാരണയായി നല്ല മഞ്ഞ് വീഴ്ചയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് രാത്രി ഈ മഞ്ഞിന്റെ മറവിൽ എന്തെങ്കിലും കാണുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ചൊരു സ്ത്രീ നടന്നു പോവുകയാണെന്ന് ആളുകൾക്ക് വെറുതെ തോന്നുന്നതാകാം. അതിനുള്ള സാധ്യതയുമുണ്ട്. ഇത് കേട്ടപ്പോൾ ഗൗരവ് പറഞ്ഞു, സാധ്യതകൾ എന്തുമാകാം രാജ്, പക്ഷേ കൃത്യമായൊരു തെളിവ് പോലും കിട്ടുന്നതിന് മുൻപ് നമ്മളായിട്ടൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത് ശുദ്ധ വിഡ്ഢിത്തനമായിരിക്കും. അങ്ങനെ ആ രാത്രി പൃഥ്വിരാജ് സെമിത്തേരിയിലെ ആ ഭീതിജനകമായ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ഗൗരവും സംഘവും ആ സെമിത്തേരിയുടെ ഉള്ളിലേക്ക് നടന്നു. ചുറ്റും കനത്ത ഇരുട്ടാണ്. പെട്ടെന്ന് ഗൗരവ് അന്തരീക്ഷത്തിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു ചോദിച്ചു, ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടയാളം തരൂ. ആദ്യം ചുറ്റും നിശബ്ദതയായിരുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം അവർക്ക് തൊട്ടു മുന്നിൽ നിന്നിരുന്ന ഒരു മരത്തിന്റെ ചില്ലകൾ പെട്ടെന്ന് ഉലയാൻ തുടങ്ങി. ഗൗരവ് അതുകൊണ്ടൊന്ന് ഞെട്ടി. കൂടുതൽ ജാഗ്രതയോടെ ഒന്നുകൂടി ചുറ്റും നോക്കി. അതേ സെക്കൻഡിൽ അദ്ദേഹത്തിന്റെ കാതുകളിൽ ഒരു ശബ്ദം വന്നു പതിച്ചു. യെസ് യെസ്. ആരോ തൊട്ടടുത്ത് നിന്ന് മന്ത്രിച്ചതുപോലെ. ഗൗരവ് പെട്ടെന്ന് രാജിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, രാജ്, നീ അത് കേട്ടോ? നിനക്കിപ്പോൾ എന്തെങ്കിലും തോന്നിയോ? രാജ് ഇതിന് പറഞ്ഞു, ഇല്ല സാർ, എനിക്കൊന്നും തോന്നിയില്ല. നമ്മുടെ EVP, അതായത് ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന, ആ ഒരു റെക്കോർഡിലോ മറ്റുപകരണങ്ങളിലോ ഒന്നും തന്നെ റെക്കോർഡായിട്ടില്ലല്ലോ സാർ. പക്ഷെ ഗൗരവ് വിട്ടുകൊടുത്തില്ല. ഇല്ല രാജ്, നീ ഒന്നുകൂടെ കൃത്യമായി പരിശോധിക്കുക. ഇവിടെ ഇപ്പോൾ എന്തോ സംഭവിച്ചു. എനിക്കത് കൃത്യമായി ഫീൽ ചെയ്തു. ആരോ ഒരാൾ ഇവിടെ ശരിക്കുമുണ്ട്. രാജ് വീണ്ടും ഉപകരണങ്ങൾ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇല്ല സാർ, എല്ലാ ഉപകരണങ്ങളും നെഗറ്റീവ് റിസൾട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഗൗരവ് ചുറ്റുമുള്ള കല്ലറകളിലേക്ക് നോക്കി പറഞ്ഞു, ഈ സ്ഥലത്തിന് എന്തോ ഒരു ചരിത്രമുണ്ടാകും. ഇതിന് രാജ് മറുപടി നൽകി, അതെ സാർ, ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ സെമിത്തേരിയാണ്, വളരെ പഴക്കമുള്ളതാണ്. ഇതിന് ഗൗരവ് പറഞ്ഞു, അത്രമാത്രം പോരാ, ഈ കല്ലറകൾക്കുള്ളിൽ ഉറങ്ങുന്നവർക്കും ഒരു ചരിത്രമുണ്ട്. അവരുമായി നമ്മൾ എങ്ങനെയെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കിയേ തീരൂ. ഗൗരവ് അത് പറഞ്ഞു തീർന്നതും അന്തരീക്ഷത്തിൽ പെട്ടെന്ന് EMF മീറ്റർ ശബ്ദിക്കാൻ തുടങ്ങി. ബീപ്പ് ബീപ്പ് എന്ന ശബ്ദം. അവിടെ എന്തോ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് ഗൗരവിന് ഉറപ്പായി. അദ്ദേഹം ആ EMF മീറ്റർ സ്വന്തം കയ്യിലെടുത്തു. എന്നിട്ട് ആ ആത്മാവിനോട് ചോദിച്ചു, നിങ്ങൾ ഒരു പുരുഷനാണെങ്കിൽ ഈ മീറ്ററിൽ 1 തവണ ശബ്ദമുണ്ടാക്കൂ. ഇനി നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ 2 തവണ ശബ്ദമുണ്ടാക്കൂ. പെട്ടെന്ന് ആ മീറ്ററിൽ നിന്നും 2 തവണ ശബ്ദമുയർന്നു. ബീപ്പ് ബീപ്പ്. അതിനർത്ഥം അതൊരു സ്ത്രീയുടെ ആത്മാവായിരുന്നു. അവൾ അവരുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഗൗരവ് അടുത്ത ചോദ്യം ചോദിച്ചു, നിങ്ങളാണോ ഈ ആളുകൾ പറയുന്ന ആ വെള്ള ഗൗൺ ധരിച്ച സ്ത്രീ? ഉടൻ തന്നെ മീറ്ററിൽ നിന്ന് വീണ്ടും 1 തവണ കൂടെ ശബ്ദം കേട്ടു. ബീപ്പ്. അതോടെ ആളുകൾ പറഞ്ഞ കഥകളെല്ലാം വെറും കെട്ടുകഥകളല്ല, സത്യമാണെന്ന് ഗൗരവിന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. സാധാരണയായി ഇത്തരം അന്വേഷണങ്ങൾ പലപ്പോഴും ഇവിടെ വെച്ച് അവസാനിക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെ കഥ മാറുകയായിരുന്നു. കാരണം ആ ആത്മാവ് അവരുമായി കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിച്ചു. ഒരു സെമിത്തേരിയിൽ നിൽക്കുമ്പോൾ അവിടെ ഒരൊറ്റ ആത്മാവ് മാത്രമല്ല, 100 കണക്കിന് ആത്മാക്കൾ ഉണ്ടാകുമല്ലോ. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായി ഗൗരവും ടീമും സെമിത്തേരിയുടെ ഉള്ളിലേക്ക് നീങ്ങി. എന്നാൽ ഈ ആർട്ടിക്കിൾ എഴുതാൻ വന്ന അർത്തിക കൂടെ പോയില്ല. അവൾ അൻഷൽ എന്ന ടീം മെമ്പറിന്റെ കൂടെ അവിടെ തന്നെ ഇരുന്നു. പക്ഷേ ബാക്കിയുള്ളവർ മുന്നോട്ട് പോകുന്നത് കണ്ട് അൻഷലും അവർക്കൊപ്പം നടന്നു. അർത്തിക മാത്രം അവിടെ ഒറ്റയ്ക്കായി. അവളും പതുക്കെ അവർക്ക് പുറകിൽ നടക്കാൻ തുടങ്ങിയതേയുള്ളൂ. പെട്ടെന്ന് അവൾക്കൊരു ഭയം തോന്നി. തൻ്റെ തൊട്ടു പുറകിൽ ആരോ വന്ന് നിൽക്കുന്നുണ്ട്. അർത്തികയ്ക്ക് പെട്ടെന്ന് വിയർക്കാൻ തുടങ്ങി. പേടിച്ചിട്ട് അവൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ നോക്കി. പക്ഷേ അവളുടെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവളുടെ ശ്വാസമെടുപ്പ് പോലും നിലച്ചു പോകുന്ന അവസ്ഥയായിരുന്നു അത്. അവളുടെ പുറകിൽ നിൽക്കുന്നത് ആ വെള്ള ഗൗൺ ധരിച്ച സ്ത്രീ തന്നെയായിരുന്നു. അർത്തിക അൻഷലിനെ വിളിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ആരോ ഒരാൾ തൻ്റെ തൊട്ടടുത്ത് വന്ന് ശ്വാസം വിടുന്നത് പോലെ അവൾക്ക് തോന്നിയത്. ആ അവസ്ഥയിലും അവൾ എങ്ങനെയോ ധൈര്യം സംഭരിച്ച് അവിടെ നിന്നും ജീവനും കൊണ്ട് അൻഷലിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. അവൾ അൻഷലിനോട് ചോദിച്ചു, ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു, നീ എന്താ കേൾക്കാത്തത്? അൻഷൽ പറഞ്ഞു, ഞാനൊന്നും കേട്ടില്ലല്ലോ, നീ എന്നെ വിളിച്ചതേ ഇല്ലല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ബാക്കി ടീം അംഗങ്ങളുടെ അടുത്തേക്ക് നടന്നുപോയി. പക്ഷേ അർത്തികയ്ക്ക് അവിടെ നിന്നും അനങ്ങാൻ കഴിഞ്ഞില്ല. തൊട്ടു മുൻപ് സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് അവൾ അവിടെ തന്നെ തരിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ തൊട്ടു പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. നീ അത് കേട്ടിരുന്നോ? അവൾ പതുക്കെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവളുടെ ശ്വാസം നിലച്ചുപോയി.
തൊട്ടു മുന്നിൽ അതാ ആ വെള്ള ഗൗൺ ധരിച്ച സ്ത്രീ നിന്ന് ചിരിക്കുകയാണ്. അർത്തിക അവിടെ നിന്നും നിലവിളിച്ചുകൊണ്ട് ഗൗരവ് തിവാരിയുടെയും മറ്റ് ടീം അംഗങ്ങളുടെയും അടുത്തേക്ക് ഓടിയെത്തി. പേടിച്ച് വിറച്ച് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു, ആ സ്ത്രീ അവിടെയുണ്ട്, അവൾ എന്നോട് സംസാരിച്ചു. ഗൗരവ് ചോദിച്ചു, ഒരു സെക്കൻഡ്, കൃത്യമായി എന്താണ് സംഭവിച്ചത്? ഇതിന് അർത്തിക പറഞ്ഞു, ഞാൻ അഞ്ജലിനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൾ പറഞ്ഞു തീരും മുൻപ് തന്നെ അഞ്ജൽ ഇടയിൽ ഇടപെട്ടു. നീ എന്നോട് എപ്പോഴാണ് സംസാരിച്ചത്? ഞാൻ ഇവിടെ വന്നത് മുതൽ ഗൗരവ് സാറിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണല്ലോ, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലല്ലോ. ഇത് കേട്ടതും അർത്തിക ആകെ തകർന്നുപോയി. അവൾ വിയർത്തു കുളിച്ചുകൊണ്ട് പറഞ്ഞു, സാർ, ഇവിടെ എന്തോ വലിയ അപകടം നടക്കുന്നുണ്ട്, എന്തോ വളരെ മോശം കാര്യം. ഗൗരവ് അവളെ ശാന്തയാക്കിക്കൊണ്ട് പറഞ്ഞു, ഒരു സെക്കൻഡ് ശാന്തമാക്കൂ, എനിക്ക് ആവശ്യമുള്ള വിവരങ്ങളെല്ലാം ഞാൻ ശേഖരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കെയർ ടേക്കർ ഫെർണാണ്ടസിനെ കാണണം. ഇവിടെ അടുത്ത് ഒരു ചായക്കടയുണ്ട്, അത് വെളുക്കും വരെ തുറന്നിരിക്കും, നമുക്ക് അവിടെ ഇരുന്ന് ബാക്കി സംസാരിക്കാം. അവർ ആ ചായക്കടയിലേക്ക് അങ്ങനെ നടന്നു. പോകുന്ന വഴിയിൽ ഗൗരവ് തൻ്റെ ക്യാമറയിലെ ചിത്രങ്ങൾ പരിശോധിക്കുകയായിരുന്നു. പെട്ടെന്ന് അതിലൊരു ഫോട്ടോ കണ്ടതും അദ്ദേഹം അത് അർത്തികയ്ക്ക് കാണിച്ചു കൊടുത്തു. അതിൽ ഒരു സ്ത്രീയുടെ വ്യക്തമായ രൂപം ഉണ്ടായിരുന്നു. അത് കണ്ടതും അർത്തിക വിളിച്ചു പറഞ്ഞു, അതെ സാർ, അതെ, ഇത് തന്നെയായിരുന്നു ആ സ്ത്രീ. ഇവളാണ് എൻ്റെ അടുത്ത് വന്നത്, എന്നോട് സംസാരിച്ചത്. ഇപ്പോൾ ഗൗരവ് ഫെർണാണ്ടസിനെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, 1940 ഈ സെമിത്തേരി ഉണ്ടായ കാലത്ത് ഇവിടെ ആദ്യമായി അടക്കം ചെയ്തത് മേരി എന്നൊരു സ്ത്രീയുടേതായിരുന്നു. ശരിയല്ലേ ഫെർണാണ്ടസ്? ഫെർണാണ്ടസ് ഒന്നും മിണ്ടാനാകാതെ അത്ഭുതത്തോടെ നിന്നു. ഗൗരവ് വീണ്ടും തുടർന്നു, അന്നു മുതൽ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ സ്ത്രീ ഇന്നും ഇവിടെ തന്നെ തുടരുകയാണ്. കാരണം ഈ സെമിത്തേരിക്ക് ആരും ഒരു കേടുപാട് വരുത്താതിരിക്കാനും ഇവിടെ ആരും അതിക്രമിച്ച് കയറാതിരിക്കാനും അവൾ കാവൽ നിൽക്കുകയാണ്. ഇതിന് ഫെർണാണ്ടസ് ചോദിച്ചു, പക്ഷേ സാർ, ഞാൻ എല്ലാ ദിവസവും ഇവിടെ തന്നെയുള്ള ആളല്ലേ? മറ്റുള്ളവർക്കൊക്കെ അവളെ കാണാം, എനിക്ക് മാത്രം എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? ഗൗരവ് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, നീ ഈ സെമിത്തേരിയെ നോക്കി നടത്തുന്ന ആളാണ്. അങ്ങനെയുള്ള നിന്നെ അവൾ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? അവൾ നിനക്കൊരു ദ്രോഹവും ചെയ്യില്ല, അതുകൊണ്ട് തന്നെ നിനക്ക് മുന്നിൽ അവൾ പ്രത്യക്ഷപ്പെടുകയുമില്ല. ഇത് കേട്ടതും ഫെർണാണ്ടസ് കൈകൂപ്പി പറഞ്ഞു, സർ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് കേട്ടതിനേക്കാൾ വലിയൊരു പ്രതിഭയാണ് നിങ്ങൾ. മുൻപ് ഒരുപാട് കേസുകൾ തെളിയിച്ചതുപോലെ നിങ്ങൾ ഇതും തെളിയിച്ചിരിക്കുന്നു. ഗൗരവ് പറഞ്ഞു, ഇത് തന്നെയാണ് എൻ്റെയും എൻ്റെ ടീമിൻ്റെയും ലക്ഷ്യം. സയൻസ് ഉള്ളിടത്ത് പ്രേതങ്ങൾക്ക് സ്ഥാനമില്ല, പ്രേതങ്ങളുടെ കഥകളുള്ളിടത്ത് സയൻസിന് പ്രസക്തിയുമില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിശ്വസിക്കുക? ഈ വീഡിയോയുടെ അവസാനം എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഡൽഹിയിൽ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡൽഹിയിൽ താമസിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ പൃഥ്വിരാജ് സെമിത്തേരിയുടെ അരികിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കാരണം പ്രശസ്ത പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായ ഗൗരവ് തിവാരിക്ക് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ശരിക്കുമുള്ള ആത്മാക്കളുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ഒരു സ്ഥലം ഹോണ്ടഡ് ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയും. ഇതുപോലുള്ള കൂടുതൽ ഭീതിപ്പെടുത്തുന്ന വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.